കേരളത്തിനകത്ത് മാത്രം സ്വാധീനമുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും അയച്ചിട്ട് എന്ത് കാര്യം എന്നതാണ് ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം. പക്ഷെ ഇപ്പറയുന്ന കോൺഗ്രസുകാർ സഭയിലേക്ക് പോയി അവിടെ എന്ത് പണിയാണ് ചെയ്യുന്നതെന്ന് പരിശോധിച്ചാൽ ഉത്തരം വട്ടപൂജ്യമാണ്. എന്നാൽ അവർ കളിയാക്കിയ കമ്മ്യൂണിസ്റ്റുകാരാവട്ടെ സ്ഥിരമായി സഭാ ചർച്ചകളിൽ പങ്കെടുക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധതയ്ക്കെതിരെയും കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെയും ഉറച്ച ശബ്ദമുയർത്തുന്നുണ്ട്. ഇപ്പോഴിതാ ലോക്മത് പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ അതിന് അർഹനായത് നിങ്ങൾ കളിയാക്കിയ കമ്മ്യൂണിസ്റ്റുകാരനായ ജോൺ ബ്രിട്ടാസ് ആണ്. രാജ്യസഭയിലെ ചോദ്യങ്ങൾ, സ്വകാര്യ ബില്ലുകൾ, ചർച്ചകളിലെ പങ്കാളിത്തം, ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സഭാ നടപടികളിലെ പ്രാഗൽഭ്യം മുൻനിർത്തിയാണ് ലോക്മത് പുരസ്കാരം നൽകുന്നത്. ഒരു സ്ഥാനത്തേക്ക് ആളെ നിർദ്ദേശിക്കുമ്പോൾ എത്രത്തോളം കൃത്യതയോടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രശംസ അർഹിക്കുന്നതാണ്. MP സ്ഥാനത്തേക്ക് ജോൺ ബ്രിട്ടാസിനെ നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തോട് എത്രത്തോളം നീതി പുലർത്തുമെന്ന് മനസ്സിലാക്കാൻ മുൻപത്തെ പ്രവർത്തന രീതി തന്നെ ധാരാളമായിരുന്നു. സംഘപരിവാറിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്നടക്കം വണ്ടി പിടിച്ചു പോയവർ അപ്പുറത്തിരുന്ന് അവർക്ക് വായ്ത്താരി പാടുന്നുണ്ട്. നാടിന് ആവശ്യം വരുമ്പോൾ നാട്ടുകാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇനിയും കമ്മ്യൂണിസ്റ്റുകാർ ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടാകും. അതാണ് ഈ പാർട്ടിയുടെ ഗ്യാരണ്ടി.